ഹായ് ഹലോ എബീസ് വേൾഡിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തേതും ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ആദ്യമേ തന്നെ ഞാൻ കാണിക്കുന്ന ചേട്ടൻ ജോലിക്ക് പോകുന്നതാണ് കേട്ടോ. ഞാൻ സാധാരണയായിട്ട് കാണിക്കുന്നത് രാവിലെ തന്നെയുള്ള ജോലികളും എല്ലാവർക്കും കാണിക്കുന്നത്. ഇന്ന് ഞാൻ വെറൈറ്റി ആയിട്ട് കാണിക്കുന്നത് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ചേട്ടൻ രാവിലെ ജോലിക്ക് പോവുകയാണ്. അപ്പോൾ ജോലിക്ക് പോകുന്നതിനുള്ള സാധനങ്ങളൊക്കെ എബിയാണ് എടുത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പം എൻ്റെ വണ്ടിയിലാണ് പോകുന്നത്. കാരണം നമുക്ക് മൈലേജ് കാണിക്കണമല്ലോ. കുറച്ച് മൈലേജ് കാണിക്കുന്ന സമയത്ത് നമുക്ക് സർവീസൊക്കെ അവിടെ നിന്ന് തന്നെ ഫ്രീ ആയി ചെയ്തു തരും. അതുകൊണ്ട് തന്നെ ആ മൈലേജ് എത്തിക്കാൻ വേണ്ടിയിട്ട് ചേട്ടൻ ഇപ്പോൾ എൻ്റെ വണ്ടിയാണ് സ്ഥിരമായിട്ട് കൊണ്ടുപോകുന്നത്. എന്നിട്ട് ഞാൻ ചെടിക്കൊക്കെ ഒന്ന് വെള്ളം നനയ്ക്കാനായിട്ട് ഇരുന്നു കേട്ടോ. എൻ്റെ ഫേവറേറ്റാണ്, പണ്ട് തൊട്ടേ എൻ്റെ ഫേവറേറ്റാണ് ചെടികളെ വളർത്തുക, അല്ലെങ്കിൽ പച്ചക്കറി നട്ടുപിടിപ്പിക്കുക. ഇതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള കുറേ കാര്യങ്ങളും കൂടെയാണ്. പക്ഷെ ചെയ്യാനുള്ള സമയം ചില സമയത്ത് കിട്ടാറില്ല. എൻ്റെ കല്യാണത്തിന് മുന്നേയൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. നമ്മുടെ വീടിൻ്റെ ടെറസിലൊക്കെ ചെയ്യുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് പച്ചക്കറികളൊക്കെ ആ ടൈമിൽ എടുത്തിട്ടും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴതൊന്നും സമയം കിട്ടാത്തതുകൊണ്ട് അതൊന്നും ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ രാവിലെ കടലക്കറിയും മുട്ടയും അപ്പവും ഒക്കെ ആയിരുന്നു കേട്ടോ. അതും കഴിച്ചു. ഞാൻ വീട്ടിൽ വീഡിയോ കോളൊക്കെ വിളിച്ചു കേട്ടോ. രാവിലെ മിക്കുവിനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, നല്ല ഉറക്കമായിരുന്നു പറഞ്ഞു. അപ്പോൾ എൽസയെ വിളിച്ചു, കുറേ നേരം വരെ സംസാരിച്ചു കേട്ടോ. അപ്പോൾ എൽസയും കാവ്യയൊക്കെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. അവർ 2 ദിവസം വീട്ടിലോട്ട് നിൽക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെയും വിളിച്ച് വീഡിയോ കോളൊക്കെ വിളിച്ചു. പിന്നീട് ഞാൻ എൻ്റെ ജോലിയിലോട്ട് കടന്നു കേട്ടോ. എനിക്ക് ഇന്ന് ഇത്തിരി തിരക്കുള്ള ദിവസമായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ എണ്ണയൊക്കെ തേച്ചിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ 2-3 ദിവസത്തിൽ ഒരിക്കൽ എണ്ണ തേക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഡെയിലി ഒന്നും എണ്ണ തേക്കാറില്ല. തല കുളിക്കുമെങ്കിലും ചൂടായതുകൊണ്ട് ഡെയിലി തല കുളിക്കും. ഇപ്പോൾ മുമ്പ് മഴയൊക്കെ ആയ സമയത്ത് ഓരോ ദിവസമൊക്കെ ഇടവിട്ടായിരിക്കും തലയൊക്കെ ഒന്ന് വാഷ് ചെയ്യുന്നത് കേട്ടോ. കാരണം പൈപ്പിലെ വെള്ളവും കൂടെ ആയതുകൊണ്ട് തന്നെ തലമുടി അധികം നന്നായിട്ട് പൊഴിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ മഴ സമയത്തൊക്കെ ഓരോ ദിവസം ഇടവിട്ടായിരിക്കും തലയൊക്കെ ഒന്ന് വാഷ് ചെയ്യുന്നത്. എന്നാൽ ഇപ്പോൾ ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ, സഹിക്കാൻ പറ്റാത്ത ചൂടായതുകൊണ്ട് തന്നെ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും തലയൊക്കെ ഒന്ന് കുളിക്കുമെങ്കിൽ പോലും രാത്രിയിലെ എല്ലാ ജോലിയും കഴിയുമ്പോൾ ഒരിക്കൽ കൂടെ കുളിച്ചിട്ടായിരിക്കും കിടക്കുന്നത്. അത്ര ചൂടായിരിക്കും. അപ്പോൾ ഞാൻ കുളിക്കുന്നതിൻ്റെ കൂടെ തന്നെ എണ്ണ തേക്കുന്നതിൻ്റെ കൂടെ തന്നെ എബിയും കൂടെ എണ്ണ തേപ്പിച്ചു കേട്ടോ. കാരണം അവന് ട്യൂഷന് പോകണം. അതുകൊണ്ട് തന്നെ അവനെയും കൂടെ എണ്ണയൊക്കെ തേപ്പിച്ചിട്ടാണ് ഞാൻ നിർത്തിയത്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇലക്കറികളിലൊന്നാണ് കേട്ടോ ഈ ഒരു ചീര, മധുരച്ചീര എന്ന് പറയുന്നത്. വേലിച്ചീരയെന്നും ഒക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഞാനൊന്ന് പറിച്ചിട്ട് വന്നു. കാരണം എബി നിൽക്കുന്ന സമയത്ത് എനിക്ക് അങ്ങോട്ടൊക്കെ പോകാൻ പറ്റുമോ, എനിക്ക് ആ ഒരു സൈഡിൽ കൂടെ നടക്കാനൊക്കെ ഇച്ചിരി പേടിയാണ്. അവിടെ ഇച്ചിരി കല്ലും ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് നടക്കുമ്പോൾ ബുദ്ധിമുട്ടാവുമോ ഇല്ലെന്നുള്ളൊരു പേടിയിൽ അവൻ നിൽക്കുന്ന സമയത്തായിരിക്കും ഞാൻ കൂടുതലായിട്ട് ആ സ്ഥലത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങുന്നത്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് വേലി ചീരയൊക്കെ പറിച്ചിട്ട് വന്നതിന് ശേഷം ഞാൻ പിന്നെ എൻ്റെ മെഡിസിൻസൊക്കെ കഴിക്കാനായിട്ട് നിന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു മെഡിസിന് ഗുളികയൊക്കെ മുമ്പ് ഞാനൊരു 300 രൂപയ്ക്കകത്തൊക്കെ ആയിരിക്കും എപ്പോഴും പോയി വാങ്ങിക്കുന്നത്. പക്ഷേ ഈ ഒരു 2 മാസം കൊണ്ട് എനിക്ക് ഒട്ടും കാല് വയ്യാത്തൊരവസ്ഥയാണ് കേട്ടോ. കുടുംബശ്രീയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും അല്ലാതെയൊക്കെ ഇത്തിരി യാത്രകളൊക്കെ കൂടിപ്പോയി. അങ്ങനെയാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ കുടിച്ചൊരു ഈ ഒരു 4 ബോട്ടിലുണ്ട് കേട്ടോ അതിനകത്ത്. ഈ കുഞ്ഞു ബോട്ടിൽ 4 കൂടെ 400 സംതിങ് ആണ് വരുന്നത് കേട്ടോ. അതാണ് നല്ല റേറ്റായി. പിന്നെ എൻ്റെ ഓയിൽമെൻറ്റൊക്കെ മാറ്റി തന്നു. കാരണം എനിക്കിപ്പോൾ കാല് വേദന ഇച്ചിരി അധികം കൂടുതലായതുകൊണ്ട് തന്നെ എല്ലാം മാറ്റി തന്നു കേട്ടോ. ഇനിയിപ്പോൾ എക്സ്റേ എടുത്ത് കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ടുള്ള കുറച്ച് മെഡിസിൻസും കാര്യങ്ങളൊക്കെ കഴിക്കാനുണ്ട്. ഇതിപ്പോൾ 4 ബോട്ടിലുണ്ട്. 4 ആഴ്ചയായിട്ട്, അതായത് 4 വെള്ളിയാഴ്ചയായിട്ട് കഴിക്കേണ്ടതാണ് കേട്ടോ. ഇപ്പോൾ 2 വെള്ളിയാഴ്ച കഴിഞ്ഞു, ഇനി 2 വെള്ളിയാഴ്ചയും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എക്സ്റേ ഒക്കെ എടുത്തതിന് ശേഷം ഡോക്ടറിനെ കാണിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ രാവിലത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. രാവിലെ എബിയും പോയതിന് ശേഷമാണ് ഞാൻ ചോറൊക്കെ വെക്കാൻ വേണ്ടി നിന്നു. പിന്നെ ചീരയും പയറും കൂടി ഇട്ടിട്ട് ഞാൻ തോരൻ വെച്ചു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ചീരയും പരിപ്പ് കുറച്ചുകൂടെ വേകാനുണ്ടായിരുന്നു. എനിക്ക് സമയം ഒരുപാട് താമസിച്ചു പോയി. ഞാൻ പറഞ്ഞില്ല എനിക്കൊരിടം വരെ പോകാനുണ്ടെന്നും. അവിടെയും കൂടെ പോകാനുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് കറിയാക്കാൻ വേണ്ടിയിട്ട് ഒരു 4-5 ഫിസിൽ കേൾക്കാനുള്ളിടത്ത് ഒരു 3 ഫിസിലേ കേൾപ്പിച്ചിട്ടുള്ളൂ. അല്ലാതെ 3 ഫിസിൽ മതിയെങ്കിൽ നമ്മൾ നേരത്തെ പരിപ്പെടുത്ത് വെള്ളത്തിലിട്ട് വെക്കണമായിരുന്നു. ഞാൻ അതും ചെയ്തില്ല. അപ്പോഴായിരുന്നു എടുത്തിട്ടത് കേട്ടോ. അതാണ് ലേറ്റായത്. പിന്നെ ഒഴിച്ച് കറിയായിട്ട് ഞാൻ വെച്ചത് തൈര് ഒഴിച്ച് കറിയായിരുന്നു. അപ്പോൾ എബി വന്നതിന് ശേഷം അവൻ്റെ ഡ്രസ്സൊക്കെ അവൻ തന്നെ ഇപ്പോൾ അലക്കിയിടും കേട്ടോ. എനിക്ക് അവിടെ നിന്ന് കഴുകാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇപ്പം അവരവരുടെ ഡ്രസ്സ് അവരവരായിരിക്കും കഴുകുന്നത്. മുമ്പാണെങ്കിൽ ഞാൻ തന്നെ കഴുകി കൊടുക്കുമായിരുന്നു. കല്ല് പൊക്കത്തിലുണ്ടായിരുന്ന സമയത്തും എനിക്ക് ചേറൊക്കെ ഇട്ട് താഴെ ഇരുന്ന് കഴുകാൻ പറ്റുന്ന സമയത്തൊക്കെയാണ് ഞാൻ തന്നെ കഴുകി കൊടുക്കുമായിരുന്നു കേട്ടോ. ഇപ്പോൾ എനിക്കതൊന്നും പറ്റാറില്ല.
പിന്നെ ഞങ്ങൾ നേരെ വന്നത് നമ്മുടെ കുടുംബശ്രീയുടെ എസിനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കുടുംബശ്രീകൾ എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരെയും വീഡിയോയിലേക്ക് കാണിക്കാൻ പറ്റത്തില്ലല്ലോ, ചിലർക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, അതുകൊണ്ട്. അപ്പോൾ ഞാൻ ബീനയും മാളൂനെയും അശ്വിനിയും മാത്രമേ കാണിച്ചിട്ടുള്ളൂ കേട്ടോ, ബാക്കി ആരെല്ലാം കാണിച്ചിട്ടില്ല. സ്നേഹ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അവൾ ഇത്തിരി തിരക്കിലൊക്കെ ആയിരുന്നു. ഒരു ഫാമിലിയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവൾ വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നേരെ ബീനയുടെ കടയിലോട്ട് വന്നു. അവിടുന്ന് ഒരു മഞ്ച് മുട്ടായും ലിച്ചിയും കുടിച്ചു കേട്ടോ. അതും കഴിഞ്ഞ് അവിടുന്ന് സാധനങ്ങളും വാങ്ങിയിട്ട് ഞാൻ നേരെ വീട്ടിലോട്ട് വന്നു. മിക്കുവിനെ കുറേ നേരം വരെ വീഡിയോ കോളൊക്കെ വിളിച്ചിരുന്നു. പിന്നീട് അത് ചായ ഇടാൻ വേണ്ടി നിന്നു കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് കുളിച്ചു എങ്കിൽ പോലും ഭയങ്കര ചൂടായിരുന്നു. രാത്രി ഒന്നും കൂടെ കുളിച്ചിട്ട് വേണം കിടക്കാനും. അപ്പോൾ ഞാൻ ചേട്ടൻ മുട്ട പപ്സ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ചായയും കൂടെ കൂട്ടിയിട്ടാണ് കഴിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കുഞ്ഞു വ്ലോഗ് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.